കർണാടക അങ്കോളയിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന തുടരുകയാണ്. കരയിലുള്ള തിരച്ചിലാണ് നടക്കുന്നത്. ലോറി കരയിലെന്ന് കരയിലില്ല എന്ന് കഴിഞ്ഞ ദിവസം കർണാടക റവന്യൂ മന്ത്രി പറഞ്ഞിരുന്നു. ഈ വാദത്തെ തള്ളി രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ലോറി കരയിൽ തന്നെയുണ്ട്, പുഴയിലുണ്ടാകാൻ ഒരു സാധ്യതയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ബാക്കി എൻ്റെ വാട്ടർ യൂണിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സംശയം തോന്നിയ ഒരു ഇടയ്ക്ക് സംശയം തോന്നിയിരുന്നു. ആ സംശയം തോന്നിയ സമയത്ത് ഇടയ്ക്ക് എൻ്റെ സീ വാട്ടർ തന്നെ വാട്ടർ ബോട്ടിൽ പോയി ആ ഒരു മെറ്റൽ ഐഡന്റിഫൈ മെറ്റൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവൾ അതല്ല അത് കാരണം ഒരു വുഡ് പാർട്ട് മാത്രമാണ്. അപ്പോൾ വിവരങ്ങൾ നൽകാൻ എം സന്തോഷ് അങ്കോളയിൽ നിന്ന് ഷിരൂരിൽ നിന്ന് തത്സമയം ചേരുകയാണ്. സന്തോഷ, ദൗത്യ സംഘത്തിനൊപ്പം സന്തോഷും എത്തിയിരിക്കുകയാണ്. ആ ഒരു രക്ഷാപ്രവർത്തനം അത് ഇപ്പോൾ സൈന്യം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. രാവിലെ ആരംഭിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 7:30-8 മണിയോടുകൂടിയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് അങ്ങോട്ട് കയറിപ്പോകാനുള്ള ഒരു മാർഗവുമില്ല അല്ലേ? തീർച്ചയായും അഞ്ജന, ലോക മലയാളികൾ ഒന്നടങ്കം ഷിരൂരിൽ നിന്നുള്ള ഒരു ശുഭ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ ആ കാത്തിരിപ്പിന് 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതുവരെ ഈ സമയം വരെയും ഇന്ന് രാവിലെ തിരച്ചിൽ ആരംഭിച്ച് ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോഴും യാതൊരു തരത്തിലുള്ള അർജുൻ്റെ വാഹനത്തെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള സൂചനയും ലഭ്യമായിട്ടില്ല. ഏതായാലും ആർമിയുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ, മണ്ണ് മാറ്റിയുള്ള തിരച്ചിൽ തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇന്നുള്ളൊരു ശുഭപ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കൂടുതൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ചില സംവിധാനങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇന്ന് ഉള്ളത്. ഡീപ്പ് സെർച്ച് റഡാർ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ, അതായത് അത് മണ്ണിൻ്റെ അടിയിലുള്ള ഈ സാന്നിധ്യം, ലോറിയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന സംവിധാനങ്ങൾ എത്തും എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഗംഗാവാലി പുഴയിലുള്ള പരിശോധനയും നേവി ഒരു ഭാഗത്ത് തുടങ്ങുന്നുണ്ട്. ഒരു കാര്യത്തിലാണ് ഇതുവരെയും വ്യക്തതയില്ലാത്തത്. അക്കാര്യത്തിലൊരു ആശയക്കുഴപ്പം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ കർണാടക സർക്കാർ അവകാശപ്പെടുന്നത് 90% മണ്ണും ഈ റോഡിന് സൈഡിലുള്ള മണ്ണെല്ലാം മാറ്റി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നതും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള മറ്റ് പലരും മനസ്സിലാക്കുന്നതും രഞ്ജിത്ത് ഇസ്രായേൽ ഉൾപ്പെടെ പറയുന്നത് ഇനിയും അവിടെ മണ്ണ് മാറ്റാൻ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു മണ്ണിടിഞ്ഞ സ്ഥലം ഒരു വളവുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് വാഹനങ്ങൾ നിർത്താറുണ്ട്. പലപ്പോഴും അവിടെ ലോറികൾ നിർത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുറച്ചുകൂടി ഭാഗത്തേക്ക് മണ്ണ് മാറ്റിയാൽ മാത്രമേ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം വരുത്താൻ കഴിയൂ എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം ഈ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബൈര ഗൗഡ് ഉൾപ്പെടെ ഇന്നലെ പറഞ്ഞത് മണ്ണ് മാറ്റിക്കഴിഞ്ഞു, അവിടെ ലോറി ഇല്ല എന്നുള്ളതാണ്. അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. അത് ഇവിടുത്തെ ഒരു സാഹചര്യം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇനിയും ആ പ്രദേശങ്ങളിലെല്ലാം മണ്ണ് മാറ്റാനുണ്ട്. ഏതായാലും അവിടെയുള്ള പരിശോധന നടക്കുന്നുണ്ട്. ആർമിയുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലയാളിയായ രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലുള്ള ടീമുണ്ട്, ദുരന്ത നിവാരണ സേനയുണ്ട്. എല്ലാവരും സംയുക്തമായിട്ടുള്ള തിരച്ചിൽ അവിടെ ആരംഭിക്കുന്നുണ്ട്. അതേസമയം തന്നെ നേരെ മറുഭാഗത്തുള്ള ഗംഗാവാലി പുഴയിലും ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. മറ്റൊരു സാധ്യത പറയുന്നത് അതുതന്നെയാണ്. ഈ ഗംഗാവാലി പുഴയെന്ന് പറയുന്നത് വളരെ വീതിയുള്ള, ഏതാണ്ട് 1/2 കിലോമീറ്ററോളം വീതിയുള്ള വലിയ പുഴയാണ്. അതിൻ്റെ നടുഭാഗം വരെയും ഈ മണ്ണെത്തി അവിടെ വലിയ മൺതിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് വലിയ ആഴത്തിലേക്ക് ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. അവിടെ മുഴുവൻ മണ്ണ് വന്ന് മൂടിയാണ് മൺതിട്ട മുകളിൽ ഉയർന്നു കാണുന്ന നിലയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവിടേക്ക് ഈ മണ്ണിൻ്റെ ഒരു മണ്ണിടിഞ്ഞ സമയത്തുണ്ടായിട്ടുള്ള തള്ളിച്ചയിൽ ലോറി അവിടേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ അവിടെയുള്ള പരിശോധനയിലും ഇത്തരത്തിലുള്ള റഡാറുകൾ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളുടെ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാം തന്നെ ഉപയോഗം ഉണ്ടാകും. അതിൻ്റെ സഹായം ആവശ്യമായി വരും. കാരണം വലിയ ആഴത്തിലാണ് മണ്ണ് ഉള്ളത്. അവിടെ പരിശോധന നടത്തേണ്ടതായി വരും. അത്തരത്തിലുള്ള പരിശോധന അവിടെയും പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് ഈ പറയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ, റഡാറുകൾ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അല്പം കൂടി ഈ തിരച്ചിൽ വേഗത്തിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ആർമി എത്തുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയായിരുന്നു എല്ലാവരും നോക്കിക്കണ്ടത്. എന്നാൽ ഇന്നലെ വലിയ സജ്ജീകരണങ്ങളൊന്നുമില്ലാതെ ആണ് ആർമി എത്തിയത്. അതുകൊണ്ട് തന്നെ വലിയൊരു പുരോഗതി ഈ തിരച്ചിലിൻ്റെ കാര്യത്തിൽ ഇന്നലെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആധുനിക സാങ്കേതിക സംവിധാനങ്ങളിൽ തന്നെയാണ് ഇനിയുള്ള പ്രതീക്ഷ. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ, റഡാറുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ തന്നെയാണ് ഇനി അവശേഷിക്കുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇത് ഒരു
സാധാരണഗതിക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള നേരിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളുള്ള സ്ഥലമാണ്. കാരണം വലിയ ഉയരത്തിൽ നിന്നാണ് മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീണത്. ഈ റോഡ് സൈഡിൽ എത്രത്തോളം ഉള്ളിലേക്ക് മാറ്റി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്നത് സൗകര്യമുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത ഇവിടെയുള്ള ഈ തിരച്ചിൽ നടത്തുന്നവർക്ക് പോലുമില്ല. അതുകൊണ്ട് തന്നെയാണ് എന്നാൽ ഇതുവഴി ഉള്ള ലോറി ഡ്രൈവർമാരും അതോടൊപ്പം തന്നെ ആ സമയത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ ഇനിയും മണ്ണ് മാറ്റാനുള്ള ഭാഗത്തേക്ക് കൂടി വാഹനങ്ങൾ കയറ്റി പാർക്ക് ചെയ്ത് നിർത്താറുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് കർണാടകയിലെ സർക്കാരെല്ലാം പറയുന്നത് പോലെ മണ്ണിനടിയിൽ വാഹനം ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു ഘട്ടത്തിലും കഴിയില്ല. കാരണം മണ്ണ് പൂർണ്ണമായിട്ടും മാറ്റിയിട്ടുമില്ല. ഏതായാലും അവിടെയും പരിശോധന നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗംഗാവാലി നദിയിലും പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം അതിൻ്റെ പരമാവധി പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു പ്രത്യേക സംഘം ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ കാസർഗോഡ് DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം ഇവിടെയുണ്ട്. രഞ്ജിത്ത് ഇസ്രായേലിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു ദുരന്ത നിവാരണ സംഘം ഇവിടെയുണ്ട്. അത്തരത്തിൽ നമുക്ക് ഈ ഒരു ഫെഡറൽ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഒരു സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ കേരളം ചെയ്യുന്നുണ്ട്, സർക്കാർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല മന്ത്രിതലത്തിലുള്ള ഇടപെടലുകൾ തുടർച്ചയായി നടക്കുകയും ഇതിൻ്റെ പുരോഗതി ഉൾപ്പെടുത്തി വിലയിരുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകളും ആ കാര്യത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ നേരത്തെയുള്ള എല്ലാം ഉള്ള വിമർശനം പോലെ തന്നെ ഈ ഒരു കർണാടക സർക്കാർ ഒരു പൂർണ്ണമായ തോതിലുള്ള ഒരു ഇതിലേക്ക്, അതായത് കാര്യപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല എന്നുള്ള വിമർശനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കൃത്യമായിട്ടും ഒരു തിരച്ചിലിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവരങ്ങൾ അതിൻ്റെ പുരോഗതി സംബന്ധിച്ച് അത് മാധ്യമങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുന്ന കാര്യത്തിലെല്ലാം തന്നെ ആ പോരായ്മ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. ഇന്നലെ കർണാടക റവന്യൂ മന്ത്രി ഉൾപ്പെടെ എത്തി എല്ലാ തിരച്ചിലും പൂർത്തിയായി. വളരെ ഏതായാലും ഈ റോഡിൻ്റെ ഭാഗത്തുള്ള മണ്ണിനടിയിൽ ലോറിയില്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാലുള്ള മലയാളികൾ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ആ പ്രവർത്തനങ്ങൾ തീർച്ചയായും നമുക്ക് നിരാശയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വലിയ ഒരു പ്രതീക്ഷയിൽ തന്നെ ഇന്നത്തെ ഒരു ദിവസത്തിൽ വളരെയധികം പ്രതീക്ഷയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർമി ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ പൂർണ്ണ സജ്ജമായി തിരച്ചിൽ നടത്താൻ ആർമിക്ക് കഴിയുന്നുണ്ട്. കാരണം ഇന്നലെ അവർ ഉച്ചയോടുകൂടി എത്തിച്ചേർന്നു. പിന്നീട് ഇന്നലെ മുഖ്യമന്ത്രിയുടെ സന്ദർശനം, അതോടൊപ്പം തന്നെ കർണാടകത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെ സന്ദർശനം, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അവർ പൂർണ്ണ തോതിലുള്ള ഒരു തിരച്ചിലിനുള്ള പരിമിതികൾ ഇന്നലെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളുടെ ഒരു അപര്യാപ്തത ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ പൂർണ്ണമായും സജ്ജമായിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള തിരച്ചിൽ നടത്താൻ ആരംഭിക്കാൻ ആർമിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. അതിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ. മലയാളികളെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണുന്നത്. ഈ അർജുൻ മാത്രമല്ല, ഇവിടുത്തുകാരായ രണ്ടുപേരെ കൂടി കണ്ടെത്താനുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ആവശ്യം. ഏതായാലും ഇപ്പോഴും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ മുതൽക്ക് തന്നെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇതുവരെയും ഒരു തരത്തിലുള്ള സൂചനകളും ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. അഞ്ജന. സന്തോഷ്, ഇന്നാണ് ഇപ്പോൾ സൈന്യം ഇന്നലെ എത്തുമ്പോൾ നമുക്കൊക്കെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്നാണ് അവർ ഡീപ്പായിട്ടുള്ള മെറ്റൽ ഡിറ്റക്ടർ അടക്കം, ഡീപ്പ് സെർച്ചിങ് മെറ്റൽ ഡിറ്റക്ടർ അടക്കമുള്ള അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുന്നത്. സന്തോഷ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ സൈന്യം എത്തുമ്പോഴും അവരത്രയ്ക്ക് എക്യുപ്ഡ് അല്ലാതെയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്ന് പറയുന്നത് വളരെയധികം നിരാശയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇന്നലെ ഈ കർണാടകയിലെ റവന്യൂ മന്ത്രി ഉറപ്പിച്ചു പറയുകയാണ് മണ്ണിനടിയിൽ അർജുനില്ല, ലോറിയില്ല എന്ന്. പക്ഷേ അത്തരത്തിലൊരു അവകാശവാദത്തിലേക്ക്, ആ ഒരു ന്യായീകരണത്തിലേക്ക് എങ്ങനെ അവർക്ക് കടക്കാൻ വേണ്ടി സാധിക്കും? കഴിഞ്ഞ 7 ദിവസമായി ഈ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ നമ്മൾ നടത്തുകയാണ്. സംഭവം നടന്നത് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച നടന്ന ഈ ഒരു സംഭവത്തിൽ അത്രയ്ക്ക് അലംഭാവം വരുത്തിയ ഒരു സർക്കാർ വൃത്തം, ആ സർക്കാർ വൃത്തം ഇപ്പോഴിരുന്ന് ന്യായീകരിക്കുന്നു. ആ മണ്ണിൽ, ഇപ്പോൾ കരയിലെ മണ്ണിൽ ലോറിയില്ല എന്ന് പറഞ്ഞ് അവർ ന്യായീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വെള്ളത്തിലെങ്കിലും ആ ലോറി കണ്ടെത്താൻ സാധിക്കണ്ടേ? എന്നാൽ അതിനും സാധിച്ചിട്ടില്ല. മലയാളിയായ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന രഞ്ജിത്ത് ഇന്ന് രാവിലെയും അദ്ദേഹം തുടരെ പറയുന്നുണ്ട്. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം പറയുന്നത് അർജുനുള്ള ലോറി മണ്ണിൽ തന്നെയാണ്, കരയിൽ തന്നെയാണ് ഉള്ളത്, ഈ മണ്ണിനടിയിലുണ്ട് എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. എന്തായാലും
സ്വാഭാവികമായും ഇത് കർണാടക സർക്കാർ എങ്ങനെയെങ്കിലും ഈ തിരച്ചിലൊന്ന് അവസാനിപ്പിച്ച് അതൊന്ന് മാറ്റിവെക്കാൻ ഇത്രയും പെട്ടെന്ന് ഈ ഒരു തിരച്ചിലൊക്കെ അവസാനിപ്പിച്ച് ഒന്ന് പൊടി തട്ടി പോകണം എന്നൊരു മനോഭാവത്തിലേക്ക് എത്തുന്നതായാണ് ഈ ഒരു ഘട്ടത്തിൽ തോന്നുന്നത്. സന്തോഷ്. തീർച്ചയായും അഞ്ജന, അത്തരത്തിലുള്ള ഒരു കാര്യക്ഷമമായ ഒരു തിരച്ചിൽ കർണാടകയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തീർച്ചയായും നിരാശയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ ഈ ഒരു ഇത്രയും ദിവസം തിരച്ചിൽ പിന്നിടുമ്പോഴും അത് പൂർണ്ണ സജ്ജമായ രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു പൂർണ്ണ ആത്മാർത്ഥതയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമില്ല എന്നുള്ളത് വിമർശനമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യത്തിൽ ഇന്നുള്ള ഒരു പ്രതീക്ഷ, ഈ പറയുന്നത് പോലെ ഇന്ന് ആർമി കുറച്ചുകൂടി ഇന്നലത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി സജ്ജമായിക്കൊണ്ട് ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി ഒരു തിരച്ചിലിന് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഡീപ്പ് സെർച്ച് റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, അതായത് മണ്ണിൻ്റെ ആഴത്തിൽ ഉള്ള വസ്തുക്കൾ കണ്ടുപിടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സഹായകരമായ രീതിയിലുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ശുഭകരമായ കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ഗംഗാവാലി നദിയിലുള്ള തിരച്ചിലും പുരോഗമിക്കുന്നത്. ഇവിടെയും ഇത്തരത്തിൽ ആധുനിക സജ്ജീകരണങ്ങളുടെ സാന്നിധ്യത്തോടു കൂടി തന്നെയാണ് തിരച്ചിൽ ആരംഭിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ പുഴയുടെ ഒരു വ്യാപ്തിയും അതിൻ്റെ ഒരു ഒഴുക്കുമെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു പുഴയിൽ ഇത്രയും ആഴത്തിലുള്ള ഗംഗാവാലി പുഴയിലാണ് മണ്ണ് മുകളിൽ നിന്നും ഇടിച്ച് ഇറങ്ങി വന്ന് അവിടെ ഒരു മൺതിട്ട രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഇനി കരയിൽ മണ്ണ് മാറ്റാൻ ബാക്കിയില്ല, അവിടെ ലോറിയില്ല എന്ന് ഉറപ്പിച്ച് പറയുമ്പോഴും ഈ മൺതിട്ടയിൽ പുഴയിൽ രൂപപ്പെട്ട മൺതിട്ടയിൽ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും തിരച്ചിൽ രണ്ട് സ്ഥലത്തും ഒരേ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. നേവിയുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ ഗംഗാവാലി പുഴയിൽ നടക്കുമ്പോൾ സൈന്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ, ഈ പറയുന്ന മണ്ണ് മാറ്റിയുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പുതിയ സംവിധാനങ്ങൾ, ഇന്നലെ സൈന്യമെത്തിയെങ്കിലും ആധുനിക സംവിധാനങ്ങൾ സജ്ജീകരണങ്ങളില്ലാത്തത് തിരച്ചിലിന് പരിമിതി ഉണ്ടാക്കിയിരുന്നു. വലിയ പുരോഗതി ഉണ്ടാക്കാൻ ഇന്നലെ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് കൂടുതൽ സജ്ജീകരണങ്ങളോടുകൂടി ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സംഘം എല്ലാവരും തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഏതായാലും ഇന്നലെ കർണാടക റവന്യൂ മന്ത്രി ഉൾപ്പെടെ എത്തി ഇവിടെ പറഞ്ഞത് പൂർണ്ണമായും അത് ഈ രക്ഷാപ്രവർത്തകർ പോലും പൂർണ്ണമായിട്ടും അത് അംഗീകരിച്ചിട്ടില്ല. അതായത് ഇവിടെ മണ്ണ് മുഴുവൻ മാറ്റിക്കഴിഞ്ഞു, ഇനി മണ്ണ് മാറ്റാൻ ബാക്കിയില്ല, ലോറി ഇവിടെ മണ്ണിനടിയിലില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതിനെ അതിനെ തള്ളിക്കൊണ്ട് തന്നെയാണ് രഞ്ജിത്ത്, ഇസ്രായേൽ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും അവിടെയും മണ്ണ് ഇനിയും ഒരുപാട് മണ്ണ് മാറ്റാനുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അവർ പങ്കുവെക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, അതൊരു വളവുള്ള പ്രദേശമാണ്. അതുകൊണ്ട് ഇതിൽ എത്രത്തോളം ഈ മണ്ണിടിഞ്ഞ ഭാഗത്തേക്ക് ചേർന്ന് എത്രത്തോളം വാഹനങ്ങൾക്ക് സാധാരണ ഗതിയിൽ നിർത്തിയിടാനുള്ള സ്ഥലമുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഒരു സംശയം നിലനിൽക്കുന്നത്. മറ്റൊരു കാര്യം, ഈ കർണാടക സർക്കാർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്ന കാര്യം, അവിടെയുള്ള എക്സ്കവേഷൻ, അതായത് അവിടുന്ന് ആഴത്തിലുള്ള മണ്ണെടുക്കാൻ ശ്രമിക്കുന്നത് കൂടുതൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത ഉണ്ടാക്കും. അതുകൊണ്ട് ആ രീതിയിൽ മണ്ണെടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഏതായാലും ഇതുവഴി പോകുന്ന മറ്റ് ലോറി ഡ്രൈവർമാരും മറ്റുള്ളവരും എല്ലാം പറയുന്നത് ഈ ലോറി സാധാരണഗതിയിൽ ചില ലോറികൾ കുറച്ചുകൂടി അപ്പുറത്തേക്ക് കയറ്റി നിർത്തിയിടാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്ഥലം അവിടെയുണ്ട്, അവിടെ മണ്ണ് മാറ്റാനുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുകയും ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗംഗാവാലി നദിയുടെ കരയിലാണ് ഞാനുള്ളത്. അവിടെ ഉള്ള തിരച്ചിൽ നദിയിൽ ആരംഭിച്ചിട്ടുമുണ്ട്. ഈ രണ്ട് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ടും തിരച്ചിൽ നടക്കുന്നത്. മറ്റൊരു കാര്യം, നേരത്തെ ഈ അർജുൻ്റെ ലോറിയുടെ കൂടെ ഉണ്ടായിരുന്ന എന്ന് പറയപ്പെടുന്ന ഒരു ടാങ്കർ ലോറി, അതിൻ്റെ ബുള്ളറ്റ് ഭാഗം ഈ പുഴയിൽ നിന്നാണ് കണ്ടെത്തിയത്. ഈ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടയാളെ 40 കിലോമീറ്ററിന് അപ്പുറത്ത് വെച്ചാണ് കണ്ടെത്തിയത്. അത്തരത്തിൽ നല്ല ഒഴുക്കുള്ള ഒരു പുഴ കൂടിയാണ് ഇത്. മാത്രമല്ല മൺതിട്ട രൂപപ്പെട്ടത് വലിയ ആഴത്തിലുള്ള പുഴയിൽ അത്രയും അധികം മണ്ണ്, ടൺ കണക്കിന് മണ്ണ് ഒഴുകി വന്നാണ് ഈ പുഴയ്ക്ക് നടുവിൽ തന്നെ മൺതിട്ട രൂപപ്പെട്ടത്. അതുകൊണ്ട് ഈ പുഴയിലെ മണ്ണ് മാറ്റി
ഉള്ള പരിശോധന, ആഴത്തിലുള്ള പരിശോധനയും അല്പം ശ്രമകരമായ ജോലി തന്നെയാണ്. അതിന് ഇത്തരത്തിലുള്ള റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അത്തരത്തിൽ ആ പരിശോധനയിൽ ലക്ഷ്യം കാണാൻ കഴിയുകയുള്ളൂ. കാരണം അത് നമുക്കറിയാം ശ്രമകരമായ ജോലി തന്നെയാണ്. ഈ പറയുന്ന രീതിയിൽ റഡാറുമായി ബന്ധപ്പെട്ട വലിയ വിമർശനമാണ് ഉയർന്നു വരുന്നത്. കാരണം ഈ കുട്ടികൾ NIT-യിലൊക്കെ പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന റഡാറാണ് കഴിഞ്ഞ ദിവസം അവിടെ കൊണ്ടുവന്ന് പരിശോധന നടത്തിയത്. അത്രയ്ക്ക് അലംഭാവമാണ് അന്ന് ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ഒരുപക്ഷെ അന്ന് തന്നെ നല്ലൊരു റഡാറൊക്കെ കൊണ്ടുവന്ന സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നൊരു അവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു. തീർച്ചയായും അതുതന്നെയാണ് വിഷയം. അതായത് ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ച ആധുനിക സംവിധാനങ്ങൾ പോലും കാര്യപ്രാപ്തിയില്ലാത്ത, ശേഷിയില്ലാത്ത സംവിധാനങ്ങളാണ്. അത്ര ആദ്യ ഘട്ടത്തിൽ ഉപയോഗിച്ച റഡാറുകൾ പോലും വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള, അതായത് ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം പോലും അല്ല തുടക്കത്തിൽ റഡാർ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഡീപ്പ് സെർച്ച് റഡാർ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഇതിനാവശ്യമാണ് എന്നുള്ളത് സൈന്യം തന്നെ വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ എത്തുന്നതിലുള്ള പ്രതീക്ഷയാണ് 7ാം ദിവസത്തെ ഈ ഒരു തിരച്ചിലിൽ ഏറ്റവും പ്രധാനമായും ഒരു പ്രതീക്ഷ നൽകുന്നതും ആ കാര്യം തന്നെയാണ്. ആദ്യഘട്ടത്തിൽ നമ്മളെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി റഡാർ ഉപയോഗിച്ചുള്ള സെർച്ച് നടക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ കൂടിയും അത് വേണ്ടത്ര രീതിയിൽ ഒരു ഉപയോഗപ്രദമായ രീതിയിലുള്ള ഒരു സംവിധാനം ആയിരുന്നില്ല. അത്രയ്ക്ക് കാര്യശേഷിയുള്ള അല്ലെങ്കിൽ പ്രവർത്തന മികവുള്ള ഒരു സംവിധാനം, സാങ്കേതിക സംവിധാനം ആയിരുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമായതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എത്തുന്ന ആധുനിക സംവിധാനങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച്, എന്തൊക്കെ സംവിധാനങ്ങൾ കൊണ്ടുവരും എന്നുള്ളതിനെ സംബന്ധിച്ച് പോലും ഒരു വ്യക്തതയില്ല. നമുക്ക് ചില സൂചനകളൊക്കെ ലഭിക്കുന്നത് മാത്രമാണ് ഉള്ളത്. ഇത് സംബന്ധിച്ചൊരു കൃത്യമായിട്ടുള്ള മാധ്യമങ്ങൾക്ക് മുൻപാകെ ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ പോലും ഇവിടെയുള്ള അധികൃതരൊന്നും തന്നെ തയ്യാറാകുന്നില്ല എന്നുള്ള പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ സംവിധാനങ്ങൾ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ, അത് ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ഒരുപാട് മണ്ണ് മാറ്റി ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനി പറഞ്ഞ രീതിയിലുള്ള ആ ഒരു പ്രത്യേക പ്രദേശത്ത് അല്പം കൂടി ഉള്ളിലേക്ക് മണ്ണ് മാറ്റിയിട്ടുള്ള പരിശോധനയാണ് ആവശ്യമായി വരുന്നത്. അവിടെ ഈ റഡാർ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സാന്നിധ്യം കണ്ടെത്തിക്കൊണ്ട് മണ്ണ് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കാരണം ഈ കർണാടക സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന ഇനി മണ്ണ് മാറ്റാനുള്ള സ്ഥലത്ത് ആഴത്തിൽ വീണ്ടും മണ്ണ് മാറ്റുന്നത് കൂടുതൽ മണ്ണ് ഇടിയാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം പരിശോധിച്ചു വരുന്നത്. അതേസമയം തന്നെ സമാന്തരമായി ഈ പറയുന്ന നദിയിൽ, ഗംഗാവാലിയിൽ നദിയിൽ നടക്കുന്ന പരിശോധനയും നേവിയുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. ഈ നദിയിൽ എത്രത്തോളം മണ്ണുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് പോലും അത് നമുക്ക് പ്രവചനാതീതമായ കാര്യമാണ്. കാരണം വളരെ വലിയ വ്യാപ്തിയുള്ള, അതോടൊപ്പം തന്നെ ആഴവും വീതിയുമുള്ള വലിയ നദിയാണ് ഗംഗാവാലി നദി എന്ന് പറയുന്നത്. അവിടെയുള്ള മണ്ണ് ഇടിഞ്ഞ് അവിടെ മൺതിട്ട രൂപപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്ര ടൺ മണ്ണാണ് ഇവിടേക്ക് വന്നത് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് അവിടെയുള്ള തിരച്ചിലും ദുഷ്കരമാണ്. ഇപ്പോഴുള്ള ഇന്ന് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നത് തിരച്ചിലിന് അല്പം കൂടി വേഗം നൽകിയിട്ടുണ്ട്. ഈ മഴയില്ലാത്ത കാലാവസ്ഥ തുടരുകയാണെങ്കിൽ അതൊരു അനുകൂല ഘടകം തന്നെയായിരിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ള തിരച്ചിലിൽ ഏറ്റവും പ്രധാനമായ ഒരു വെല്ലുവിളിയായി മാറിയത് മോശം കാലാവസ്ഥ തന്നെയായിരുന്നു. കാരണം ഈ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇനിയും അത് ഒരു വലിയ കുന്നാണ്. അതുകൊണ്ട് തന്നെ കനത്ത മഴയുണ്ടാകുമ്പോൾ വീണ്ടും അവിടെ നല്ല നീരുറവയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി കഴിഞ്ഞ ദിവസങ്ങൾ ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മഴ മാറി നിൽക്കുക എന്നുള്ളത്, അതായത് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ ഏറ്റവും അനുകൂല ഘടകമായി നിൽക്കേണ്ടത് കാലാവസ്ഥ തന്നെയാണ്. മഴ മാറി നിൽക്കുക എന്നുള്ള കാര്യം തന്നെ. അങ്ങനെയാണെങ്കിൽ കുറെ കൂടി വേഗത്തിൽ ഈ കാര്യങ്ങൾ തിരച്ചിൽ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ മഴയില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളമായി മഴ പൂർണ്ണമായും മാറി നിൽക്കുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെ, ആ ഒരു അനുകൂല കാലാവസ്ഥ മുതലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നത്. അഞ്ജന. ശരി, സന്തോഷാണ് സമഗ്രമായ വിവരങ്ങൾ ഷിരൂരിൽ നിന്ന്, രക്ഷാപ്രവർത്തനം നടക്കുന്ന ഷിരൂരിൽ നിന്ന് പങ്കുവച്ചത്. സന്തോഷും അതോടൊപ്പം തന്നെ സിജു കണ്ണനും അടങ്ങുന്ന കൈരളി ന്യൂസ് സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു. സിജു ആണ് ആദ്യം എത്തിയത്. ഇപ്പോൾ സന്തോഷ് കൂടി ആ ഒരു സംഘത്തിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും സമഗ്ര വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സന്തോഷ്. ഇപ്പോൾ സമാന്തരമായി തന്നെ രണ്ട് ഭാഗത്തും, അതായത് കരയിലും വെള്ളത്തിലും ഗംഗാവലി പുഴയിലും പരിശോധന നടക്കുകയാണ്. ഗംഗാവലി പുഴയിലെ ഒരു ഭാഗത്ത് നേവിയുടെ നേതൃത്വത്തിൽ, കരസേനയിലെ തന്നെ
കരസേനയുടെയും അതോടൊപ്പം തന്നെ നേവിയുടെ സ്കൂബ ടീമിന്റെയും ഒക്കെ സംയുക്തമായൊരു പരിശോധന അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് കരയിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം 7ാം ദിനം പുരോഗമിക്കുമ്പോൾ വളരെയധികം പ്രതീക്ഷയോടെ തന്നെ കേരളവും കാത്തിരിക്കുകയാണ്.